ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരു സൺഡേ ഔട്ടിങ്ങിന് ഇറങ്ങിയൊക്കെയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഫസനറി എന്ന് പറയും. ഫസനറി സിയോർ ലേക്കാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ജർമ്മൻസും എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുക്ക് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വിശേഷങ്ങൾ കാണാം. അതെ, നമ്മൾ ബാർബിക്യൂ ഒക്കെ ചുട്ട് തുടങ്ങിയിട്ടുണ്ട്. ആശിഷാണ് മെയിൻ ഷെഫ് ആശിഷ്. ആൻഡ് അതെ, നടത്തിപ്പുകാരൻ ഷിൻസ്. ചിക്കൻ കരിഞ്ഞു എന്നിട്ട് ഇവിടെ ബഹളം വെക്കുന്ന ഷിൻസ്. ഇത് നോർമൽ ബാർബിക്യൂ ആണോ കരിഞ്ഞ ബാർബിക്യൂ ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഇത് കരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാളും കുക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേ ഒരാളും. ഇത് പുതിയ ആള് ലക്ഷ്മി. അച്ഛോ ചിക്കനിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ആയിട്ട് ഇരിക്കുന്ന വെച്ച്. പെപ്പറൊക്കെ സുക്കീനോ? ഇത് ബെൽ പെപ്പർ അല്ലേ? ഇത് ചുടാനാണോ? ഇതെന്തുട്ടാണ്? സാധനം കുക്കുംബർ പോലത്തെ സാധനം. കുക്കുംബർ അല്ലേ? ഒരു കയ്പുണ്ട്. പിന്നെന്തുട്ടുള്ളത്? ലെറ്റ്യൂസ്. അപ്പൊ അത് മിക്സ് ചെയ്യുന്നില്ലേ? ഇതെന്തോട്ടാ ഉണ്ടാക്കിയുള്ളേ? ഇത് ഹണി അസറ്റോ ബൽസാമിക്കോ. അത് കൊള്ളാം. ഇനി എന്തുട്ടുള്ളത്? ഹണി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണത്. നമ്മളിനി ഇത് പോർക്കാണോ? നമ്മുടെ ചിക്കൻ സെറ്റ് ആയതിനു ശേഷം നമ്മളിതാ പോർക്ക് ഓരോന്നോരോന്നായിട്ട് പോർക്കും ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ആശിഷ് പോർക്ക് ചുടുന്നു. പോർക്ക് ഉണ്ടല്ലോ അത്യാവശ്യം. ഓ, നമ്മള് പ്രോപ്പറായിട്ട് ഭയങ്കര ബാർബിക്യൂ ഉണ്ടാക്കലാണ് കേട്ടോ. ചാർക്കോൾ ഉണ്ടാക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആയിക്കോളും. നമ്മള് ചിക്കൻ ചൂടിൽ കഴിഞ്ഞു. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചിക്കൻ ചൂടിൽ കയ്യാറായിരുന്നു. ഇവരെല്ലാവരും വന്ന് ചില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഫുൾ ടൈം. ഇത് നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പർ രഘുറാം. സേ ഹൈ. നമസ്കാരം. എന്താ വിശേഷം രഘു? നല്ല വിശേഷം. എന്താ മാറിയിരിക്കണേ? അബ്ര ഫാമിലി എന്ന ഡാൻസ് ടീം ഉണ്ട്. ഓക്കെ, അബ്ര ടീം എന്ന ഡാൻസ് ടീം ഉണ്ട്. നമ്മുടെ രഘുറാം ഒരു ഡാൻസറാണ്. അവർക്കൊരു ഷോട്ട് ഔട്ട്. ഒരു ഉണ്ണി കൂടെ നടക്കുന്നുണ്ട് കണ്ടത്. എന്താ രസം. നല്ല സമ്മറൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയാണ്. ഇതാ അവിടെയൊക്കെ ഒരു വോളിബോളൊക്കെ കളിക്കുന്നുണ്ട് ഒരു ടീം. അടിപൊളിയായിട്ട്. ഇതിപ്പോൾ നമ്മൾ പോർക്കിൻ്റെ ഒപ്പം വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഷാലോ, എന്താ വിശേഷം? എന്തായാലും കുറെ. അയ്യോ, അവിടെ ഒരു തുറപ്പം വീണു. ആ, ഡാൻസ് കളിക്കോ? 30 സെക്കൻഡ് മതി. ആ മരത്തിന്റെ പിന്നിൽ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടിയാ വാടി. എന്തടി രണ്ടാൾ പോയിട്ട് ഒരു 30 സെക്കൻഡ് എന്തെങ്കിലും കളിക്കറാ. ശരിക്കുള്ള ഡാൻസ്, കരിങ്കാളി അല്ല, ശരിക്കുള്ള ഡാൻസ്. എന്താടാ എന്നാ നീ അച്ചു ചാടാ. അച്ചു വലിയ വലിയ ടീമിന്റെ ഒപ്പം ഡാൻസ് കളിക്കുള്ളൂ. ആ അതെ അതെ അതെ, നമുക്കൊന്നും ഒന്നും ചെയ്തില്ല. പാട്ട് പാടോ നീ? അതല്ല, അവര് ഡാൻസ് കളിക്കണ സൈഡിൽ ഞാൻ പാട്ട് പാടുന്നേ. അതിനുള്ള പാട്ട് ഞാൻ അറിയിട്ടോളാ. ഒരു സൈഡായി തോന്നുന്നുണ്ട്. ആ, മറിച്ചിട്ടോ ഒന്നങ്ങനെ പൊക്കി പിടിച്ചേ. പൊക്ക്. ആ വെള്ളം പോണാണ്. ബീഫൊക്കെ സെറ്റായി മോളെ. നെയ്യൊക്കെ ഇങ്ങനെ ഒഴുകി പോണു. കുറച്ച് പൊക്കി പിടിക്കും. ആ, എന്റെ മോനെ.
അഞ്ചില് വീട്ടിൽ പോയായിരുന്നു. ഒരു സൈഡൊക്കെ പകുതി കുറച്ചൊക്കെ കുക്കായിട്ടുണ്ട്. നെയ്യൊക്കെ ഉരുകി പോകുന്നുണ്ട്. ഇവരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കലും ഫുൾ പരിപാടികളാണ് കേട്ടോ. ടർക്കിഷുകാര് നല്ല ഗംഭീര പരിപാടികൾ, ഡാൻസ്, ഫുൾ ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ അതാ എല്ലാവരും ബഹളമാണ്. നല്ല ദിവസമായതുകൊണ്ട് എല്ലാവരും ഫുൾ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ വന്ന് ബാർബിക്ക് സെറ്റ് ചെയ്ത് തരണുള്ളൂ. നമ്മളിതാ കുളിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നടന്നിട്ട് ആ അറ്റം വരെ പോകണം. അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ചെളിയാ. ഇവിടെ ഇറങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അവരൊക്കെ സൈക്കിളിൽ പോയി. കസാരമാണ്. ഇതുപോലത്തെ ടെൻ്റ് ഒരെണ്ണം മേടിച്ചാലോ നമുക്ക്? ടെൻ്റ് നല്ല രസമല്ലേ? ഇതെന്താ ബർത്ത്ഡേ പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബർത്ത്ഡേ പാർട്ടിയാണെന്ന് തോന്നുന്നു. സമ്മറായ ഇതാണ് അവസ്ഥ. എല്ലാവരും വൈബൊക്കെ ആയി. എന്താ രസമല്ലേ? നമ്മൾ കുളിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കണ്ടോ മറ്റേ വലിയ അരയന്നോ താറാവോ അങ്ങനത്തെ സാധനമില്ലേ, അത് അവർ നിൽക്കണണ്ട. അതും അതിൻ്റെ പേരും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ. ഇത് വലുതാട്ടോ. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസുള്ള അരയന്നം പോലത്തെ ഇതാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എന്ത് രസമാണ്. ഇതാ ഇവിടെ ഒരാൾ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പനാണെന്ന് തോന്നുന്നു. അത് അമ്മയും പേരാണ്. കൊള്ളാം. അപ്പം നമ്മൾ ഇനി കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ബാക്കി പയ്യന്മാരൊക്കെ സൈക്കിളൊക്കെ എടുത്ത് വന്ന് അവരിതാ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ഞാൻ അച്ഛനും പിന്നെ സൈക്കിളില്ലാത്ത കാരണം ഞങ്ങൾ നടന്നു വന്നതാണ്. ദേ 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 വെള്ളത്തിൽ ചാടിയുണ്ട്. എടാ വെള്ളത്തിലുള്ളവരെ ഞാനുണ്ടാ. എന്താ അത്? ലേക്കാണ്. കണ്ട നല്ല ക്ലിയർ വെള്ളമാണ്. പക്ഷെ അവിടുന്ന് നല്ലോണം വെയിലടിക്കുന്നുണ്ട്. ഇപ്പൊ സമയം നോക്കിയേ, വൈകിട്ട് 6 എന്നിട്ട് സൺലൈറ്റ് ഉണ്ടോ. ഇവിടെ ഇപ്പോൾ ഒരു സൺസെറ്റ് 8:45 9 മണിക്ക് ആയാലേ സൺസെറ്റ് ആവത്തുള്ളൂ. അപ്പം ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് ഗൈസ്. വെള്ളം ഞാൻ നല്ല ചൂടുണ്ടാവുന്നതാണ് വിചാരിച്ചു, പക്ഷെ ഒടുക്കത്തെ തണുപ്പാണ്. വെള്ളത്തിലിറങ്ങി ഗൈസ്. പക്ഷെ എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് ഞാൻ എന്താ സൈഡിൽ നീന്തുന്ന ആൾക്കാരെ തന്നെ എടുക്കാം. നീന്ത് ശേഷം നീന്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ഞാൻ വരുമ്പോ നിങ്ങൾ നീങ്ങി പോണേ. നീ നീന്തൽ പഠിക്കാറിങ്ങിയതാ? പ്രൊഫഷണൽ സ്വിമ്മർ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഗൈസ്. വെള്ളപ്പം മൊത്തം അലമ്പായിട്ട് ഞാൻ തന്നെ വേഗം ഓടിച്ചാടി കയറി. ഇനി ഇത് കുളിക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നെയും കുളിക്കേണ്ടി വരും. ഇവര് ഭയങ്കര ഗൈസ്. കുറച്ച് കുളി കഴിഞ്ഞാൽ നിന്റെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഡാൻസ് ലുങ്കി വെച്ചിട്ട് സൈക്കിൾ ചവിട്ടാൻ കഷ്ടപ്പെടുന്ന ഒരു രഘു. പറ്റണ്ട പീസ ആവാണ്ടിരുന്നാ മതി. ജർമ്മനിയിൽ ഡബിൾസ് വെച്ച് കൊണ്ടിരുന്ന ഷിൻസി രണ്ടും കൂടി തോട്ടിയപ്പോന്ന് തോന്നുന്നുണ്ട്. സൈഡിൽ കായൽ ഇവിടെ റോഡ്, സൈഡിൽ കായൽ ഇവിടെ റോഡ്. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് അപ്പുറത്തെ കടവിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചമ്മമാർ അവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്ത് നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. എല്ലാ കുട്ടീനെ നോക്ക്, ബുക്കൊക്കെ വായിക്കുന്നു, വീട്ടുകാർ ചില്ല് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഇവരേനൊക്കെ നോക്കി വണ്ടി ഓടിക്കുന്നു. യെസ് ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ബാർബിക്യൂ ചുടുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അവര് ബാർബിക്യൂ സാധനങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ പോയത് ഗൈസ്. കൊച്ചിനെ വെച്ചിട്ട് അപ്പനോ? ഇതോ എന്റെ അപ്പനോ? എന്താ അതാ ഗ്രാമതാ നമ്മുടെ ലുങ്കി ഡാൻസ്, ലുങ്കി മുണ്ടൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഓ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കി. വെജിറ്റബിൾ സാലഡ്, അതൊരു ഐറ്റാന്ന് തോന്നുന്നു. ചപ്പാത്തി, ടോർട്ടില റാപ്സ്, പ്രോട്ടീൻ റാപ്സ് ഉണ്ട്.
പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയാ പോർക്കൊക്കെ ആയാ സെറ്റായി. 5 മിനിറ്റ് ആകുമ്പത്തിന് വെച്ചോ. ഇതെന്നതാ? ഓ പൈനാപ്പിളും പൊരിക്കുന്നു. എന്റെ മോള് സീനാണല്ലോ. ഹണിയില്ലേ? ഹണി ഫുള്ള് കഴിഞ്ഞാ കഴിഞ്ഞ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ കഴിക്കാം. അതിനു മുമ്പ് രഘുവിന്റെ ഒരു ലുങ്കി ഡാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഫുഡ് കഴിച്ചാൽ നിനക്ക് ഉറങ്ങണം എന്ന് പറയും. ഇല്ല, ഉറപ്പ്. ഇതാ നമുക്ക് നല്ല അന്തസ്സായിട്ട് സ്മിർനോഫ് മേടിച്ചു കൊണ്ട് തന്നിട്ടുള്ള അൻസിൽ വന്നിട്ട് തിരിച്ചു പോയ അൻസിലിന്റെ ഡെഡിക്കേഷൻ നമ്മൾ കാണാതെ പോയത്. റാപ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല നന്മമാരം. അതെ അതെ കഴിഞ്ഞില്ലേ? അവിടെ ഒരാള് പൈനാപ്പിളൊക്കെ ചുട്ട് ചില്ലി ചെയ്ത് ഒറ്റയ്ക്കിരിക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഗൈസ്. കോക്ടെയിലാ? അത് ശരി. പെട്ടെന്ന് സ്റ്റക്കായ പോലെ ഓഫായി ടേൺ ഓഫ് 2-3 വട്ടത്തിലേക്കാണ് പോകുന്നത്. ഒരു കൊച്ചു നടന്നു പോണ കണ്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് പിന്നെ ഞാൻ പറയൂ കസാൻ വിസിയ. ആ നമ്മുടെ സാരി ഡ്രസ്സിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെഫ് ലക്ഷ്മി. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഹണിയും നാരങ്ങ എടുത്തിട്ട് നാരങ്ങയുടെ മേലെ നാരങ്ങ ഒഴിക്കുന്ന ഷെഫ്. ഇതോ എനിക്ക് കുറച്ച് നാരങ്ങ നീര് വെച്ചേ ഗൈസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്താ എന്റെ ഫസ്റ്റ് ഷോട്ട് അടിക്കുന്നു. ആദ്യം നമ്മുടെ പോർക്ക് എടുക്കാണ് ഗൈസ്. പോർക്ക് എങ്ങനെയുണ്ടെന്ന് പോർക്കൊക്കെ വെന്ത് സെറ്റ് ആയിട്ട് ഗൈസ്. അപ്പൊ നമ്മുടെ പോർക്കും പൈനാപ്പിളും സുക്കീനിയും ബെൽ പെപ്പറും സാലഡും ടോർട്ടേജും വലിയ റാപ്പ്. നല്ല നമുക്ക് ചിക്കൻ കഴിക്കാം. അതൊരു വെള്ളം പോയ സീന. ചിക്കനും സാലഡും ടോർട്ടേജയും ടൊമാറ്റോ ബെൽ പെപ്പറും നാരങ്ങയും പിഴിഞ്ഞ് കഴിക്കാൻ പോവാണ്. ആ കഴിക്കേ. അതിനുണ്ട് കഴിച്ചിട്ടില്ലല്ലോ. അറക്കണേനും കടിക്കണേനും മുമ്പ് അവള് കൊള്ളാന്ന് നീ ഉണ്ടാക്കിയതാന്ന് വിചാരിച്ചിട്ട് എന്തും പറയാന്ന. പക്ഷെ നല്ല ഗൈസ് ഫുഡ് എങ്ങനെയുണ്ട് ഗൈസ് പറയൂ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാവില്ലല്ലോ പിന്നെ. ഓ ഷിൻസിനൊന്നും വെറുതെ വിടാൻ പറ്റില്ല എന്റെ പൊന്നു. ടേസ്റ്റ് അറിയില്ല. വാരന്ന് വരാറായി. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. ചിലപ്പോൾ മഴ പെയ്യും. ആ സൈഡിൽ നിന്ന് ഇടിവെട്ട് മഴയൊക്കെ വന്നിട്ടുണ്ട്. റെയിൻബോയൊക്കെ ഉണ്ടാ. പിള്ളേരൊക്കെ എന്ത് രസം കാണാൻ പിള്ളേരെ. ഇവരൊക്കെ ഇതാ റെയിൻബോ കണ്ടിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പിക്നിക്കൊക്കെ കഴിഞ്ഞ് ബാർബിക്കൊക്കെ എടുത്ത് സെറ്റായി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ബൈ. Please like, comment and subscribe guys. Bye. Please like, subscribe and share. Yes.